നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഗൂഗിൾ മാപ്പിന്റെ കാലഘട്ടമാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരിക്കും ആ വഴി, അതായത് മാപ്പ് കാണിക്കുന്ന വഴി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നം, നമ്മളിപ്പം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നവർക്കോ നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ ഒരു ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലിരിക്കുന്ന ആരെങ്കിലും നിന്നും നമ്മുടെ ലൊക്കേഷൻ മേടിച്ച്, അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ മേടിച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വരുന്നവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനോ നമുക്ക് തന്നെ ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് നിന്നാലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതായത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നവർക്ക്. അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിൽ ചെറിയൊരു പണി ചെയ്താൽ മാത്രം മതി. നമുക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് എവിടെ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾ വരാനുള്ള ആ ഒരു ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ കാണിക്കാൻ പോകുന്നത്, അതിനുവേണ്ടി നമ്മുടെ മാപ്പ് നമുക്ക് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് എടുക്കണം. നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഗൂഗിൾ മാപ്പോടുണ്ട്. ആ മാപ്പ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മാപ്പ് ഓണായി വരുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഇവിടെ ഒരു സെർച്ച് ബാർ എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ സെർച്ച് ഹിയർ, നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ സെർച്ച് ചെയ്യാനുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്കതല്ല വേണ്ടുന്നത്. ഇവിടെ ഒരു ഹോം എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹോം, ആ ഒരു ഹോമിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളത് ജസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ലൊക്കേഷൻ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ ആണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസ് കറണ്ട് ലൊക്കേഷൻ കൊടുക്കാം. അതല്ല നമ്മൾ പുറത്തെവിടെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സെറ്റ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചൂസ് ഓൺ എ മാപ്പും കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിലാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം. അതിനുവേണ്ടി യൂസ് കറണ്ട് ലൊക്കേഷൻ ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതിനകത്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ താഴെ കിടപ്പുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിതെല്ലാം ഓണാക്കി ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം ഓണാക്കി ഇടുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഓടുന്നത്. ജസ്റ്റ് ഇപ്പം ലോഡായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് സേവ് ചെയ്യണം. നമ്മുടെ ലൊക്കേഷൻ ഇതാ കറക്റ്റ് ആയിട്ടുള്ള എൻ്റെ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്. ഞാൻ എന്താ ഇപ്പം ഇവിടെ ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ സേവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇത് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സേവിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഈ ഒരു പറയുന്ന നമ്മുടെ ഗൂഗിൾ മാപ്പിന് താഴായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ മുഴുവനായിട്ട് ഒന്ന് എടുത്ത് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഒരു മാപ്പിനകത്തേക്ക് കയറാം. അന്നേരത്തെ നമ്മൾ വീണ്ടും മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ താഴെയായിട്ട് നമ്മുടെ യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഇതാ ഇവിടെ നമുക്ക് ആ യുവിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത്. അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് ഇതാ ഇപ്പോൾ ഇവിടെ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആയിട്ട് കാണിക്കും. ഇപ്പോൾ നമുക്ക് അത് കിടക്കട്ടെ. അങ്ങനെയല്ല വേണ്ടുന്നത്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് ആ ഒരു ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ഒരു 3 ഡോട്ട് കിടക്കുന്നുണ്ടല്ലേ, ആ ഒരു 3 ഡോട്ടിൻ്റെ അവിടെ നമുക്ക് ഞെക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഷെയർ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും നമുക്കിതിനകത്ത് താഴ്ഭാഗത്തായിട്ട് ഷെയർ ഉണ്ട്. അതായത് നമ്മുടെ ലൊക്കേഷൻ ഷെയർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഷെയർ ഞെക്കുക. നമുക്ക് ഏത് വഴിയാണ്, നമ്മുടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ മെസ്സഞ്ചർ വഴിയോ എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത്, മെസ്സേജ് നമുക്കതറിയാലോ. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പം എപ്പോഴും നമ്മുടെ ഒരു വീടും സ്ഥാപനം ഒരേ സ്ഥലത്തായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും നമ്മളിതേ ഈ ഒരു യു എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ എടുക്കുക. അതാണ് താഴെയുള്ള യു എന്ന ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഹോമിൻ്റെ അവിടെ ഈ ഒരു 3 ഡോട്ടിൻ്റെ അവിടെ ആയിട്ട് ഒന്നെങ്കിൽ നമുക്കിതിനെ റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഐക്കൺ ചേഞ്ച് ആയിട്ട് കൊടുക്കാം, നമുക്ക് എഡിറ്റ് കൊടുക്കാം. അതായത് നമുക്ക് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മാറ്റി കൊടുക്കാം. റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ആദ്യം കാണിച്ചതിനോട്ട് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ലൊക്കേഷൻ ആഡ് ആവും. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എവിടെയാണോ നമ്മുടെ സ്ഥാപനം ഉള്ളത്, അപ്പം അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് വീടുള്ളത്, നമ്മൾ എവിടെ നിന്നാലും ശരി നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരാളുടെ സഹായമില്ലാതെ. അപ്പം വളരെ ചെറിയ കാര്യമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ആർക്കാണെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.